നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരു ബൊമ്മസന്ദ്ര BTL സ്കൂൾ ഓഫ് നഴ്സിംഗിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥി അരുവിക്കര സ്വദേശി AP ആദിത്യൻ തീരാ നോവായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വേദനാജനകമായ ചില കാഴ്ചകളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇതാ AP ആദിത്യന്റെ സഹോദരി കോളേജിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ മിനിഞ്ഞാന്നാ മരിച്ചത്, എന്നിട്ട് ഇന്നലെ കോളേജ് ക്ലാസ് വെച്ചു എന്നാണ് സഹോദരിയുടെ രൂക്ഷ വിമർശനം. ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് പോലും കോളേജുകാർ ക്ലാസ് വെച്ചു എന്ന ആരോപണമാണ് ആ അനിയത്തി അല്ലെങ്കിൽ ആ സഹോദരി ഉന്നയിച്ചിരിക്കുന്നത്. കളത്തുകാൽ ഗവൺമെൻറ് LP സ്കൂളിന് സമീപം പാണ്ടിയോട് കുന്നിൻ വീട്ടിൽ ആദിത്യനെയാണ് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ ബുധനാഴ്ച ഉച്ചയോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മലയാളികളായ 4 വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ ആദിത്യൻ താമസിച്ചിരുന്നത്. കർണാടക പോലീസിൽ നിന്നും കോളേജ് അധികൃതരിൽ നിന്നും ഒരു പിന്തുണയും കിട്ടിയില്ല എന്നാണ്, ആദിത്യന്റെ മരണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകിയില്ല എന്നാണ് സഹോദരിയും കുടുംബവും അടക്കമുള്ളവർ ആരോപിക്കുന്നത്. ആദിത്യൻ ജീവൻ ഒടുക്കിയതെന്നാണ് കോളേജ് റിപ്പോർട്ട് കൊടുത്തതെന്നും അത് പച്ചക്കള്ളമാണെന്നാണ് സഹോദരി പറയുന്നത്. ബുധനാഴ്ച 1 മണിയായപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ വിളിച്ച് ആദിത്യന് സുഖമില്ലെന്നും ആശുപത്രിയിലാണെന്നും അമ്മയോട് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ഥലത്തില്ലെന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നുമാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. തുടർന്ന് ഞങ്ങൾ അനുജിത്ത് എന്ന ഏജന്റിനെ വിളിച്ചപ്പോൾ അയാളും സ്ഥലത്തില്ലെന്നാണ് മറുപടി തന്നതെന്നും മറ്റൊരാളുടെ നമ്പർ തന്നുവെന്നും കുടുംബം പറയുന്നു. അമ്മ അയാളെ വിളിച്ചു. അത് കിട്ടിയ നമ്പറിലെ വ്യക്തിയെ വിളിക്കുന്നതിന് മുൻപേ അയാൾ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ആദിത്യൻ ശുചിമുറിയിൽ തലയിടിച്ച് വീണെന്നും ഗുരുതരാവസ്ഥയിലാണെന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് പുറപ്പെടാത്തതുമെന്നുമായിരുന്നു ചോദ്യം. അങ്ങനെയാണ് അച്ഛനും ബന്ധുക്കളും കൂടി പോയത്. അതുവരെ അച്ഛൻ്റെ അടുത്ത് പോലും എന്താണ് സ്വന്തം മോന് പറ്റിയതെന്ന് കോളേജുകാർ പറഞ്ഞിട്ടില്ല. ചേട്ടൻ മിനിഞ്ഞാന്നാ മരിച്ചത്, എന്നിട്ട് ഇന്നലെ കോളേജ് ക്ലാസ് വെച്ചു. കോളേജിൽ ഇന്നലെ റിപ്പോർട്ട് കൊടുത്തത് എൻ്റെ അച്ഛനും അമ്മയും ഡൈവോഴ്സ് ആണെന്നാണ്. അച്ഛൻ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദിത്യൻ ആത്മഹത്യ ചെയ്തതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ആരാണ് പറഞ്ഞത്? ഇതൊക്കെ പച്ചക്കള്ളമാണ് എന്നാണ് ആദിത്യന്റെ സഹോദരി പറയുന്നത്. പിന്നെ എന്തിന് കോളേജുകാർ ഇങ്ങനെ ഒരു കള്ളക്കഥ ചമച്ചു എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകന്റെ പീഡനമാണ് ആദിത്യന്റെ മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആദിത്യന് മുൻപ് മറ്റൊരു കുട്ടിയുടെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും സുഹൃത്തുക്കൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. സന്ദീപ് പാണ്ഡെ കാരണം നിരവധി കുട്ടികൾ പഠനം നിർത്തിയിട്ടുണ്ടെന്ന് ആദിത്യന്റെ കൂട്ടുകാർ വെളിപ്പെടുത്തി. സന്ദീപും ഹർഷ എന്ന ആളുമാണ് അവിടെ നിയന്ത്രിക്കുന്നതെന്നും അവരുടെ പീഡനമാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് കൂട്ടുകാർ സന്ദേശം അയക്കുന്നുണ്ട്. ആദിത്യന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഹോസ്റ്റൽ പൂട്ടിയിടുകയും കോളേജിൽ ക്ലാസ് വയ്ക്കുകയും ചെയ്തു. ആര് ചോദിച്ചാലും കുടുംബ പ്രശ്നം കാരണമാണ് ആദിത്യൻ ജീവൻ ഒടുക്കിയതെന്ന് പറയണമെന്ന് മീറ്റിംഗ് വിളിച്ച് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും വെളിയിൽ പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന ഭീഷണിയും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ആദിത്യൻ പഠനത്തിൽ മിടുക്കനാണെന്നാണ് ആദ്യം പ്രിൻസിപ്പലും അധ്യാപകരും ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ലഹരി കേസ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ മോശമായി പറയുകയാണ്. അവർക്ക് കൈയൊഴിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് ആദിത്യന്റെ ബന്ധു പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഇത്തരത്തിലൊരു കോളേജുകാർ ചെയ്യണമെങ്കിൽ മറ്റെന്തോ മറയ്ക്കാൻ കോളേജുകാർ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നത് ഈ ഒരു വെളിപ്പെടുത്തലുകളിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ. ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ബംഗളൂരു BTL നഴ്സിംഗ് കോളേജിലാണ് ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത്. കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഉന്നതരുടെ സമ്മർദ്ദം കാരണം പോലീസുമായി ചേർന്ന് ആത്മഹത്യയ്ക്ക് കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമമെന്നാണ് ആദിത്യന്റെ കുടുംബം ആരോപിക്കുന്നത്. ആദിത്യന്റെ ഹോസ്റ്റൽ മുറിയിലുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികളുടെ ലഹരി ഇടപാടും ഉപയോഗവും അധ്യാപകന്റെ മാനസിക പീഡനവും എന്ന പരാതിയിൽ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അതേസമയം കഴിഞ്ഞ ദിവസം ആദിത്യന്റെ സംസ്കാര ചടങ്ങുകൾ വളരെ വേദനാജനകമായിരുന്നു. അമ്മ വളരെയധികം വേദനയോടെ നിൽക്കുന്നതും കാഴ്ചയൊക്കെ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയും എത്ര ജീവനാണ് ഇത്തരത്തിൽ പൊലിഞ്ഞു പോകുക? വിടരും മുമ്പേ നഷ്ടമായ ആ ജീവൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്തത് നിതിൻ രാജിന്റെ പേരാണ് എങ്കിൽ ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആദിത്യന്റെ പേരാണ്. വലിയൊരു ജീവിതം സ്വപ്നം കണ്ടാണ് ആദിത്യൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുന്നത്. എന്നാൽ തന്നെ നിരന്തരമായി ചൂഷണം ചെയ്ത അധ്യാപകന്റെ ഒരു രീതി അത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആദിത്യൻ. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൽ സംശയവുമുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ആ വാർത്ത കഴിഞ്ഞ ദിവസം കേരളക്കരയെ തേടിയെത്തിയത്.
ബാംഗ്ലൂരുവിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യൻ മരണപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതകളുണ്ടെന്നാണ് അച്ഛൻ എസ് പ്രദീപ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം മകനുമുണ്ടെന്നാരോപിച്ച് സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകൻ 20 ദിവസം മുമ്പ് കുട്ടികളുടെ മുൻപിൽ വെച്ച് ആദിത്യനെ അപമാനിച്ചു എന്നാണ് അച്ഛനെന്ന് വേദനയോടെ പ്രതികരിക്കുന്നത്. കേരളത്തിലെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആദിത്യൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. മുൻപ് ആദിത്യനൊപ്പം കഴിഞ്ഞിരുന്ന ചില വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അധ്യാപകർ ശിക്ഷിച്ചിട്ടുണ്ട്. പുതിയ ബാച്ച് വന്നപ്പോഴും ആദിത്യൻ്റെ ഒപ്പമുണ്ടായിരുന്ന 2 പേർ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ഇവർക്കൊപ്പം ആദിത്യനുമുണ്ട് എന്ന് ആരോപിച്ചാണ് അധ്യാപകന്റെ ചൂഷണം. ബാംഗ്ലൂരു ബൊമ്മസാന്ദ്ര BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അരുവിക്കര കളത്തൂക്കാൽ ഗവൺമെൻറ് LP സ്കൂളിന് സമീപത്ത് പാണ്ടിയോട് കുന്നിൽ വീട്ടിൽ AP ആദിത്യൻ എന്ന് പറയുന്ന കുട്ടി. കോളേജ് ഹോസ്റ്റൽ മുറിയിലാണ് കഴിഞ്ഞ ബുധനാഴ്ചയോടെ ആദിത്യൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മലയാളികളായ 4 വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ ആദിത്യൻ്റെ ജീവിതം. ബുധനാഴ്ച ആദിത്യൻ കോളേജിൽ എത്തിയില്ല എന്നതിനെ തുടർന്നാണ് ആദിത്യൻ എവിടെയെന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. ഇതിൻ്റെ ഭാഗമായി കോളേജിലേക്ക് വരുന്നില്ലെന്ന് ആദിത്യൻ രാവിലെ പറഞ്ഞതായിട്ട് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നു. ആദ്യം വരുന്നില്ല എന്നും പിന്നീട് തീരുമാനം മാറ്റി കോളേജിലേക്ക് വരുമെന്നും ആദിത്യൻ അറിയിച്ചു. പക്ഷേ ആദിത്യൻ്റെ മുറിക്ക് സമീപം ജിം ഉപകരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾക്ക് പന്തികേട് തോന്നി. ഇതേ തുടർന്നാണ് ജനലിലൂടെ ഒരു വിദ്യാർത്ഥി അകത്തേക്ക് നോക്കുന്നത്. നോക്കി നിൽക്കുമ്പോൾ കണ്ടതാകട്ടെ ആദിത്യൻ തൂങ്ങിയാടുന്നത്.